കായംകുളത്തുനിന്ന് ഈ പെട്ടിയൊക്കെ ആയിട്ട് പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. ഞാനും മോളും കൂടെ പോകുന്നത്. എനിക്ക് ഗുരുവായൂർ വെഡ്ഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ശനി ഞായറും ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോളെ കൂടെ കൊണ്ടുപോകാം, അവിടെ അമ്പലത്തിലൊക്കെ കയറി തൊഴാനൊക്കെ അവളെ കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു നമ്മൾ വന്ന്. ട്രെയിനിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഞാനും മോളും കൂടെ കുറച്ച് റീൽസ് പ്രാക്ടീസ് നടക്കുകയാണ്. പിന്നെ നമ്മളവിടെ നിന്ന് ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നു. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഗുരുവായൂരിലേക്ക് ഓട്ടം വിളിച്ചപ്പോൾ അതിന് റേറ്റ് കൂടുതൽ. ഞങ്ങളങ്ങനെ ഊബർ ബുക്ക് ചെയ്ത്. അങ്ങനെ ഊബർ റെയിൽവേ സ്റ്റേഷൻ അകത്ത് വരത്തില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് നീങ്ങിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് വന്ന് ആ ചേട്ടൻ നല്ല സഹകരണമുള്ള ചേട്ടനായിരുന്നു. ചേട്ടൻ ബാഗൊക്കെ ഡിക്കിലൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ നമ്മൾ ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിൻ്റെ ആ ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. ഗുരുവായൂർ അമ്പലത്തിൽ ആ പരുന്തിനെയൊക്കെ കണ്ടപ്പോഴേ ഒരു സന്തോഷം. ഗുരുവായൂരെത്തിയപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. വണ്ടി ഈ സൈഡിലോട്ട് ഇങ്ങനെ പോകും. നമുക്ക് റൂം ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അമ്പാടി റീജൻസിലായിരുന്നു. ബ്രൈഡ്സ് തന്നെ ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു. നല്ല റൂംസൊക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ വേഗം ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പുറത്ത് പോയി തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയി പിന്നെ സദ്യയായിരുന്നേ, നല്ല സദ്യയായിരുന്നു. നമുക്ക് അവിടുന്ന് ഭഗവാന്റെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു, പാൽപ്പായസം. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. വേഗം വന്ന് പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി പിന്നെ തൊഴാൻ അവിടെ ചെന്നിട്ട് പൂ വെക്കാതെ ഇങ്ങനെ അമ്പലത്തിൽ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന കാഴ്ചയിലൊന്നല്ലേ ഈ പൂക്കാരിങ്ങനെ ഇരിക്കുന്നത്. അവിടുന്ന് എനിക്ക് വെക്കാൻ പൂവും വാങ്ങിച്ച് ഭഗവാന് തുളസിമാലയും കദളിപ്പഴവും താമരമുട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5 മണിയൊക്കെ ആയി അമ്പലത്തിലെത്തിയിട്ട്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ നിന്ന് ആദ്യം ഫ്രണ്ടിൽ അവിടെ എല്ലാം തൊഴുത് അവിടെയും നമ്മൾ തുളസിമാലയൊക്കെ വെച്ച് തൊഴുതിട്ട് പിന്നെ ക്യൂവിൽ നിന്ന് പിന്നെ ഫോൺ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ വെച്ചിട്ട് ക്യൂവിലായിരുന്നു. 5 മണിക്ക് കയറിയ ഞങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 8 മണിയായി. ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റി. ക്യൂവിലിരിക്കുന്നെങ്കിൽ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു. അടുത്തൊക്കെ ഒത്തിരി അവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഒരുപാട് പേര് സംസാരിച്ച് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കുന്നു. അപ്പോൾ പിന്നെ അത് കാണാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഞാനും മോളും പിന്നെ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ട് എന്നിട്ടും അമ്പലത്തിലോട്ട് കയറാനുള്ള ക്യൂ ആണ് ഈ ഇരിക്കുന്നത്. ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാണാനുള്ളവരാണ്. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പിന്നെ വിശപ്പുണ്ടായി. വിശപ്പ് തോന്നി. അങ്ങനെ പിന്നെ പോയി ഫുഡ് ദോശയൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോൾ കുളത്തിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ റൂമിൽ പോയി വെളുപ്പിന് തന്നെ എണ്ണിക്കേണ്ടി വന്നു. 2 മണിയായപ്പോൾ തന്നെ ബ്രൈഡ്സിനെ ഒരുക്കാൻ. ബ്രൈഡ് വന്ന് കറക്റ്റ് ടൈമിലെല്ലാം ഒരുക്കി. അവൾ എനിക്ക് ദക്ഷിണ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ 2ാമത്തെ ബ്രൈഡാണ് എനിക്ക് ഈ ദക്ഷിണ തരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളും വേഗം റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് ചെന്ന്. അമ്പലത്തിൽ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവർ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിറങ്ങി. പിന്നെ അവരെ അവിടെ നിന്നൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞ് പുറത്തൂടെ അകത്തൂടെ എങ്കിലും കയറി തൊഴണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, കയറാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ വേഗം വന്ന് സെക്കൻഡ് സാരി ചേഞ്ച് ഉണ്ടായിരുന്നു. വേഗം അതെല്ലാം റെഡിയാക്കണോണ്ട് ഇങ്ങനെ വേഗം വന്ന് അതെല്ലാം റെഡിയായി. അവളെ വീണ്ടും അവർ സാരിയൊക്കെ ഒളിപ്പിച്ച് സുന്ദരിയാക്കി. കല്യാണമൊക്കെ കണ്ട് സദ്യയൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യയായിരുന്നു. ഞാൻ ചോദിച്ചു തൃശ്ശൂർ അവിടെ സദ്യയ്ക്ക് വ്യത്യാസം വല്ലതും കാണുമായിരിക്കും, ടേസ്റ്റ് വ്യത്യാസമാണ്. പക്ഷെ നമ്മുടെ സദ്യയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം ഞങ്ങൾ റൂമിൽ പോയി. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വേഗം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഊബർ പിടിച്ച് ഞങ്ങൾ വന്നപ്പോൾ ട്രെയിൻ ലേറ്റ്. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് ട്രെയിൻ എത്തി. ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇനിയും ഇവിടേക്ക് തന്നെ വരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.